മനുഷ്യപരിണാമം അവസാനിച്ചുവെന്ന് പലരും കരുതുന്നു. പക്ഷേ ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ വിപരീതമാണ്. മനുഷ്യർ ഇന്നും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി, രോഗങ്ങൾ, ഭക്ഷണരീതി, ജീവിതശൈലി, ജനിതകമാറ്റങ്ങൾ എന്നിവയുടെ സ്വാധീനത്തിൽ മനുഷ്യശരീരം ഇന്നും ചെറിയ മാറ്റങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇവ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തതുമാണ്. പക്ഷേ ജനിതക പഠനങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ ഈ മാറ്റങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രധാന ഉദാഹരണം പാലിന്റെ ദഹിപ്പിക്കാനുള്ള കഴിവാണ്. സാധാരണയായി മനുഷ്യക്കുഞ്ഞുങ്ങൾക്ക് പാലിലെ ലാക്ടോസ് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ലാക്ടേസ് എന്ന എൻസൈം ഉണ്ടാകും. പക്ഷേ വളർന്ന ശേഷം പല സസ്തനികളിലും ഈ എൻസൈം കുറയുന്നു. എന്നാൽ യൂറോപ്പ്, മധ്യേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ ചില ജനവിഭാഗങ്ങളിൽ പ്രായപൂർത്തിയായ ശേഷവും ലാക്ടേസ് പ്രവർത്തിക്കുന്നു. ഇതിനെ ലാക്ടേസ് പെർസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. പശുപാലനം വ്യാപകമായ സമൂഹങ്ങളിൽ ഈ കഴിവ് പരിണാമം വഴി നിലനിന്നതാണ്. മറ്റൊരു പ്രധാന ഉദാഹരണം ഉയർന്ന മലനിരകളിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളിലാണ്. ടിബറ്റ്, ആൻഡീസ്, എത്യോപ്യൻ പർവ്വതപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ കുറഞ്ഞ ഓക്സിജനുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പൊരുത്തപ്പെട്ടു. ടിബറ്റൻ ജനവിഭാഗങ്ങളിൽ EPAS1 എന്ന ജീനിലെ മാറ്റം ശരീരത്തിന് കുറഞ്ഞ ഓക്സിജൻ നിലയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ഈ ജീനിന്റെ ഒരു രൂപം ഡെനിസവൻ എന്ന പുരാതന മനുഷ്യവർഗത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് ജനിതക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മനുഷ്യപരിണാമത്തിന്റെ മറ്റൊരു അതിശയകരമായ ഉദാഹരണം കടലിൽ ജീവിക്കുന്ന ചില സമൂഹങ്ങളിൽ കാണാം. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ബജാവു ജനവിഭാഗം കടലിൽ ദീർഘസമയം മുങ്ങി ഭക്ഷണം ശേഖരിക്കുന്നതാണ് അവരുടെ ജീവിതരീതി. ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഇവരിൽ സ്പ്ലീൻ അഥവാ പ്ലീഹയുടെ വലിപ്പം സാധാരണ മനുഷ്യരെക്കാൾ കൂടുതലാണെന്ന്. പ്ലീഹയിൽ ചുവന്ന രക്താണുക്കൾ സംഭരിക്കപ്പെടുന്നു. മുങ്ങുമ്പോൾ പ്ലീഹ ചുരുങ്ങി കൂടുതൽ ഓക്സിജൻ രക്തത്തിലേക്ക് വിടുന്നു. PDE10A എന്ന ജീനുമായി ബന്ധപ്പെട്ട ജനിതകമാറ്റങ്ങൾ ഇതിന് കാരണമാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് മനുഷ്യർ സമുദ്രപരിസ്ഥിതിയോട് പൊരുത്തപ്പെടുന്ന പരിണാമത്തിന്റെ ഒരു ഉദാഹരണമാണ്. രോഗങ്ങളോടുള്ള പ്രതിരോധവും മനുഷ്യപരിണാമത്തെ ശക്തമായി സ്വാധീനിക്കുന്നു. ആഫ്രിക്കയിലെ ചില ജനവിഭാഗങ്ങളിൽ സിക്കിൾ സെൽ ട്രേറ്റ് എന്ന ജീനിന്റെ ഒരു രൂപം മലേറിയക്കെതിരെ സംരക്ഷണം നൽകുന്നു. ഇത് മലേറിയ വ്യാപകമായ പ്രദേശങ്ങളിൽ കൂടുതലായി നിലനിൽക്കുന്നു. അതായത് രോഗം തന്നെയാണ് ഈ ജീനിനെ ജനസംഖ്യയിൽ നിലനിർത്തുന്നത്. അതുപോലെ HIV വൈറസിനോട് പ്രതിരോധം നൽകുന്ന ചില ജനിതകമാറ്റങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ചില ആളുകളിൽ CCR5 എന്ന ജീനിൽ CCR5 ഡെൽറ്റ 32 മ്യൂട്ടേഷൻ എന്ന മാറ്റം കാണപ്പെടുന്നു. ഈ മാറ്റമുള്ളവരിൽ HIV വൈറസ് കോശത്തിലേക്ക് പ്രവേശിക്കാൻ പ്രയാസപ്പെടുന്നു. അതിനാൽ ഈ ജീനുള്ളവർക്ക് HIV ബാധയുടെ സാധ്യത കുറയാം. ഇത് മനുഷ്യരിൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പരിണാമത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഭക്ഷണരീതിയുമായി ബന്ധപ്പെട്ട പരിണാമവും നടക്കുന്നു. ചില ജനവിഭാഗങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം പതിവായതിനാൽ ആമലേസ് എന്ന എൻസൈമിന്റെ ജീനുകളുടെ എണ്ണം കൂടുതലായി കാണപ്പെടുന്നു. ഇത് സ്റ്റാർച്ച് ദഹനക്ഷമത വർദ്ധിപ്പിക്കുന്നു. മനുഷ്യ ശരീരഘടനയിലും ചെറിയ മാറ്റങ്ങൾ തുടരുന്നു. ചില ജനവിഭാഗങ്ങളിൽ വിസ്ഡം ടീത്ത് അഥവാ മൂന്നാമത്തെ മോളർ പല്ലുകൾ ഇല്ലാത്തത് കൂടുതൽ സാധാരണമാകുന്നു. മനുഷ്യരുടെ താടിയുടെ വലിപ്പം കുറഞ്ഞതോടെ ഈ പല്ലുകൾ അനാവശ്യമായി മാറിയതായി കരുതുന്നു. ചില പഠനങ്ങൾ കാണിക്കുന്നത് മീഡിയൻ ആർട്ടറി എന്ന രക്തക്കുഴൽ കൈയിൽ നിലനിൽക്കുന്നത് പഴയ തലമുറകളേക്കാൾ ഇന്നത്തെ മനുഷ്യരിൽ കൂടുതലാണെന്ന്. ഭ്രൂണാവസ്ഥയിലുണ്ടാകുന്ന ഈ രക്തക്കുഴൽ മുമ്പ് പലരിലും പിന്നീട് അപ്രത്യക്ഷമാകുമായിരുന്നു. എന്നാൽ പുതിയ തലമുറകളിൽ ഇത് കൂടുതൽ നിലനിൽക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യപരിണാമത്തെ സ്വാധീനിക്കുന്ന പുതിയ ഘടകങ്ങളുണ്ട്. നഗരജീവിതം, മലിനീകരണം, പുതിയ രോഗങ്ങൾ, ആഹാരമാറ്റങ്ങൾ, വൈദ്യസാങ്കേതികവിദ്യ ഇവ മനുഷ്യശരീരത്തിൽ പുതിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടുന്ന ജനിതകമാറ്റങ്ങൾ ഭാവിയിൽ കൂടുതൽ സാധാരണമാകാം. ഇന്ന് ലോകത്ത് ബില്യൺ കണക്കിന് മനുഷ്യരാണ് ഉള്ളത്. അതിനാൽ ജനിതകമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ചില മാറ്റങ്ങൾ ഉപകാരപ്രദമായാൽ അവ തലമുറകളിലൂടെ വ്യാപിക്കും. മനുഷ്യപരിണാമം അവസാനിച്ചിട്ടില്ല. പരിസ്ഥിതി മാറുമ്പോൾ മനുഷ്യശരീരവും മാറുന്നു. പാലിനെ ജീർണിക്കാൻ കഴിയുന്ന കഴിവ്, ഉയർന്ന മലപ്രദേശങ്ങളിലെ ഓക്സിജൻ പൊരുത്തം, കടലിൽ മുങ്ങി ജീവിക്കാൻ സഹായിക്കുന്ന ശരീരഘടന, രോഗങ്ങളോടുള്ള ജനിതക പ്രതിരോധം ഇവയെല്ലാം മനുഷ്യർ ഇന്നും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളാണ്. മനുഷ്യപരിണാമത്തിന്റെ കഥ ഇപ്പോഴും തുടരുകയാണ്. ഭാവിയിൽ മനുഷ്യർ ഏത് പുതിയ പരിസ്ഥിതികളോട് പൊരുത്തപ്പെടും എന്ന് ശാസ്ത്രം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.